Hello all. In this video, we'll discuss about files. So file എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫയൽ യു ഹാവ് ഓൾറെഡി ഹേർഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈൽസ് നമ്മൾ കാണാറുണ്ട് അല്ലേ നോർമലി വെൻ വി ഗെറ്റ് ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് കിട്ടുമ്പോൾ നമ്മളത് ഫയൽ ചെയ്ത് വെക്കുക എന്ന് പറയും സൂക്ഷിച്ചെടുത്ത് വെക്കുക എന്നാണ് പറയുക ഓക്കെ സോ എന്തിനാണ് നമ്മൾ ഫയൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് വി ആർ ഓൾ ഫെമിലിയർ വിത്ത് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടറിലെ മെമ്മറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഇറ്റ് ഇസ് വോളറ്റൈൽ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് മെമ്മറി റാം ആൻഡ് റോം വി ഹാവ് സ്റ്റഡീഡ് റൈറ്റ് സോ ഇറ്റ് ഇസ് വോളറ്റൈൽ ആണ് മെമ്മറി വോളറ്റൈൽ എന്ന് പറയുമ്പോൾ പവർ ഫെയിലിയർ വരുമ്പോഴോ പവർ ഓഫ് ചെയ്യുമ്പോൾ കണ്ടന്റ് വിൽ ഗെറ്റ് ലോസ്റ്റ് സോ ആ ഒരു ലോസ് നികത്താൻ വേണ്ടിയിട്ട് അതായത് ആ ഒരു ഡേറ്റ ലോസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക നമുക്ക് പെർമനൻ്റ് ആയിട്ട് വേണ്ട ഡേറ്റാസിനെ വിൽ സ്റ്റോർ ഇറ്റ് ഇൻ സെപ്പറേറ്റ് ഫയൽസ് നിങ്ങൾ സി പ്രോഗ്രാംസിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടോ സി പ്രോഗ്രാംസ് നമ്മൾ എങ്ങനെ എഴുതുക നമ്മൾ ഉബുണ്ടു ദാറ്റ് ഇസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ടെർമിനൽ എടുത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യും gedit ഒരു പ്രോഗ്രാം നെയിം .c എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ ഗെറ്റ് ഓപ്പൺഡ് അല്ലേ ഒരു ഓപ്പൺ ചെയ്യും ഒരു ഫയൽ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യും ആ ഫയലിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുക ദെൻ വിൽ സേവ് ദറ്റ് പ്രോഗ്രാം ആൻഡ് ദെൻ വിൽ ക്ലോസ് ഇറ്റ് ആൻഡ് ദെൻ റൺ ഇറ്റ് ഇസ് ഇറ്റ് അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അപ്പോൾ ഫയലിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം എഴുതുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് പ്രോഗ്രാം വിൽ ബി ദെയർ ഇൻ ദ ഡിസ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഏരിയ നോൺ ആസ് ഡിസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തുണ്ടായിരിക്കും ഈ ഫയൽ പെർമനൻ്റ്ലി സ്റ്റോർഡ് ആയിരിക്കും നമുക്ക് എപ്പോൾ എടുത്താലും കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് ഓൺ ചെയ്താലും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫയൽ കാണാറില്ല നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റാറുണ്ട് അല്ലേ കമ്പൈൽ ചെയ്യാൻ പറ്റാറുണ്ട് റൺ ചെയ്യാൻ പറ്റാറുണ്ട് സോ ആ ഒരു പെർമനൻറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ഫയൽസ് എന്ന കൺസെപ്റ്റ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അതല്ല നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയൊക്കെ നിങ്ങൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് റൺ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കമാൻഡ് ലൈൻ എന്നാണ് പറയുക ആ ലൈനിൽ കമാൻഡ് ലൈൻ പ്രോഗ്രാംസ് എഴുതാൻ പറ്റും കമാൻഡ് ലൈൻ പ്രോഗ്രാംസ് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനലിൽ തന്നെ എഴുതുന്ന പ്രോഗ്രാം വേറൊരു ഫയലിലല്ലാതെ ടെർമിനലിൽ എഴുതുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ പറയുക അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകത എന്താ അതൊരിക്കലും സേവ് ആവില്ല ഒരു പ്രാവശ്യം നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ പിന്നെയും നമ്മൾ ആ പ്രോഗ്രാം എഴുതി റൺ ചെയ്യേണ്ടി വരും അല്ലാതെ അത് സ്റ്റോർഡ് ആവില്ല എവിടെയും മനസ്സിലാവുണ്ടോ ദാറ്റ് ഇസ് എ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഫയൽ ഓക്കെ സോ ഫയൽ നമുക്കറിയാം നമ്മളൊരു ഫയലിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഫയൽ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഇറേസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നവരെ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് പെർമനൻ്റ്ലി ഓൺ ദാറ്റ് ഡിസ്ക് ഓക്കെ സോ എല്ലാ ഡേറ്റാസും ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഡേറ്റാസും ഏത് ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്യുക ബൈനറി ഫോമിലായിരിക്കും എപ്പോഴും സ്റ്റോർ ചെയ്യുക ഓക്കെ നൗ യു ഹാവ് ടു സീ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഫയൽസ് ഇത് ഡേറ്റ ഫയൽസ് എന്നാണ് നമ്മൾ വരെ പറയുക രണ്ട് രീതിയിലുള്ള ഡേറ്റ ഫയൽസ് നമുക്ക് കാണാം One is stream-oriented data file or we can call it as standard data file എന്ന് പറയാം okay otherwise the second one is system-oriented data file or we can call it as low-level data file. These are the two types of data files stream-oriented and system-oriented. So first we'll see what is stream-oriented data file. എന്താണ് stream-oriented data file? ഈ stream-oriented data file തന്നെ there are of two types രണ്ട് രീതിയിലാണ് stream oriented data file നമുക്ക് കാണാൻ പറ്റും one is text file and the second one is unformatted data file text file these are all theoretical concepts ആണ് ഫയൽസിനെ കുറിച്ച് okay so text file and unformatted data file so what is text file എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ക്യാരക്ടേഴ്സ് ആയിരിക്കും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ആ ഫയലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഈ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സ്ട്രിങ്സ് ഇറ്റ് ക്യാൻ ബി നമ്പേഴ്സ് എന്ത് വേണമെങ്കിലും ആവാം സ്ട്രിങ്സ് ആണോ നമ്പർ ആണോ അതിൻ്റെ ക്യാരക്ടർ ദാറ്റ് ഇസ് അതിൻ്റെ ബിഹേവിയർ അനുസരിച്ചാണ് അതിൻ്റെ ബിഹേവിയർ ആരാ തീരുമാനിക്കുക നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഹെഡർ ഫയൽസ് ദാറ്റ് ഇസ് ഇപ്പോൾ സ്ട്രിങ്സ് ആണെങ്കിൽ string.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനനുസരിച്ച് അത് ബിഹേവ് ചെയ്യും ഇപ്പോൾ നമ്പേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും printf scanf ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ യൂസ് ചെയ്തിട്ടുണ്ടാവും സോ അതിൻ്റെ ഹെഡർ ഫയൽ ലൈബ്രറി ഫംഗ്ഷൻസ് ദാറ്റ് ഇസ് ഹെഡർ ഫയൽസ് അനുസരിച്ചോ അതിനെയാണ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറയുക അല്ലെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചോ എന്താണ് ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if it is integer we'll use %d if it is character we'll use %c if it is string we'll use %s so depending upon the different types of characters അവരുടെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്തോളും ഓക്കെ ഇതാണ് ടെക്സ്റ്റ് ഫയൽ സോ ടെക്സ്റ്റ് ഫയലിൽ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് കാണാൻ പറ്റുക ക്യാരക്ടേഴ്സ് സ്ട്രിങ്സോ നമ്പേഴ്സോ ആവാം അതിൻ്റെ ബിഹേവിയർ എന്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ലൈബ്രറി ഫംഗ്ഷൻസിനും അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ട് ലൈബ്രറി ഫംഗ്ഷൻസും ഫോർമാറ്റ് സ്പെസിഫിക്കേഷനും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അവരെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക ഇൻറ്റിജർ ആണോ
അല്ലെങ്കിൽ ക്യാരക്ടർ ആണോ സ്ട്രിങ് ആണോ എന്ന് ഇന്റർപ്രിറ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അൺഫോർമേറ്റഡ് ഡേറ്റ ഫയൽസ്. അൺഫോർമേറ്റഡ് ഡേറ്റ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് അനദർ കാറ്റഗറി ഓഫ് സ്ട്രീം ഓറിയന്റഡ് ഫയൽസ്, ഡേറ്റ ഫയൽസ്. ഇവിടെ എങ്ങനെയാണ്, സിംഗിൾ ക്യാരക്ടേഴ്സ് ആയിട്ടല്ല, ഇവിടെ ഇറ്റ് ഓർഗനൈസസ് ഡേറ്റ ഇൻ ടു ബ്ലോക്സ്. ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ് ഇവിടെ ഉണ്ടാവുക. ഒറ്റ കോൺസിക്യൂട്ടീവ് ഡേറ്റാസ് ആണ് ടെക്സ്റ്റ് ഫയലിൽ ഉണ്ടാവുക. പക്ഷെ ഇവിടെയോ ബ്ലോക്ക് ഓഫ് ഡേറ്റാസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബ്ലോക്ക് ഓഫ് ഡേറ്റാസ് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? കണ്ടിന്യൂസ് ബൈറ്റ്സ് ഓഫ് മെമ്മറി, ദാറ്റ് ഇസ് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും മെമ്മറിയുടെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ബ്ലോക്ക് ഓഫ് ഡേറ്റാസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുക. സിംഗിൾ ഡേറ്റാസ് അല്ല, ബ്ലോക്ക് ഓഫ് ഡേറ്റാസ്. സോ ഈ ബ്ലോക്ക് ഓഫ് ഡേറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആയി കാര്യങ്ങൾ. ഓക്കെ, സോ ബ്ലോക്ക് ഓഫ് ഡേറ്റാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരേ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യുന്ന ബ്ലോക്ക് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ അത് എന്തിന് സിമിലർ ആണ്? അറേ. സോ അറേസ്, സ്ട്രക്ചേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് സെറ്റ്, ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഇവരെ ഹാൻഡിൽ ചെയ്യാൻ ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ലൈബ്രറി ഫംഗ്ഷൻസ് നമുക്ക് വേണം. സാധാ ലൈബ്രറി ഫംഗ്ഷൻസ് അല്ല, ഈ അൺഫോർമാറ്റഡ് ഡേറ്റ ഫയൽസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ലൈബ്രറി ഫംഗ്ഷൻസ് ആണ് വേണ്ടത്. Okay, now it provides single instructions to transfer arrays to or from data files. അപ്പോൾ ഈ ഡേറ്റ ഫയൽസിലോട്ട് നമുക്ക് എന്തെങ്കിലും ഡേറ്റ കൊടുക്കണമെങ്കിലോ ഡേറ്റ ഫയൽസിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റ നമുക്ക് എടുക്കണമെങ്കിലോ ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഹിയർ സിംഗിൾ ക്യാരക്ടേഴ്സ് ആണ്, കോൺസിക്യൂട്ടീവ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഓഫ് ഡേറ്റ ആണ് ഉണ്ടാവുക. ഈ ബ്ലോക്ക് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ അറേ പോലെയൊക്കെ ബ്ലോക്ക് ഓഫ് ഡേറ്റ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. സോ ദീസ് ആർ ദ ടു ഫയൽസ് ഓഫ് സ്ട്രീം ഓറിയന്റഡ് data files. Okay, so the next category is system oriented data files. System oriented data files പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറില്ലേ സിസ്റ്റം ഫയൽസ് എന്നൊക്കെ, അത് സിസ്റ്റം ഫയലാണ്, അത് സിസ്റ്റം ഫയലാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് സിസ്റ്റം ഓറിയന്റഡ് ഡേറ്റ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഒക്കെ ഇല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസിനെയാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസിനെയാണ് നമ്മൾ സിസ്റ്റം ഓറിയന്റഡ് ഡേറ്റ ഫയൽസ് അറിയാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ചില ആപ്ലിക്കേഷൻസിനൊക്കെ ഈ സിസ്റ്റം ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, സോ ഇത് ഡീൽ ചെയ്യണമെങ്കിൽ സാധാരണ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ സാധാരണ ഫംഗ്ഷൻസ് ഒന്നും ഉപയോഗിച്ച് നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് വേണം നമുക്ക് ആരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ. ഈ ഒരു സെറ്റ് ഓഫ് ഡേറ്റ ഫയൽസ്, ദാറ്റ് ഇസ് സിസ്റ്റം ഓറിയന്റഡ് ഡേറ്റ ഫയൽസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് വേണം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസിനൊന്നും നമുക്ക് ഡയറക്റ്റ് യൂസറിന് പോയി ആക്സസ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, സോ അതിൻ്റെ രീതിയിലായിട്ടുള്ള ഫയൽസ് ആയിരിക്കും ഉണ്ടാവുക, പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് കാണാം, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഫയൽസിനൊക്കെ നമ്മൾ .txt എന്നായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക അല്ലേ. എപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ .txt എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ടെക്സ്റ്റ് ഫയൽ. പിന്നെ ബൈനറി ഫയൽസ് ആണെങ്കിലോ .bin എന്ന് പറഞ്ഞ ഫയൽസിനെയാണ് നമ്മൾ ബൈനറി ഫയൽസ്. ഇതൊക്കെ ഫയൽസ് ആണ്, പല ടൈപ്സ് ഓഫ് ഫയൽസ്, പല ടൈപ്സ് ഓഫ് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്ന ഫയൽസ് ആണ്. Okay, so next is another important topic that you should study. There is a difference between two types of file access. രണ്ട് രീതിയിൽ നമുക്ക് ഫയലിനെ ആക്സസ് ചെയ്യാം. ഏതൊക്കെ രണ്ട് രീതിയിലാണ് നമുക്ക് ഫയലിനെ ആക്സസ് ചെയ്യാൻ പറ്റുക? One is sequential access and second is random access. രണ്ട് important ആണ്. This is an important topic. Okay, so two types of access are, one is sequential access and second is random access. രണ്ട് രീതിയിൽ നമുക്ക് ഒരു ഫയലിനെ ആക്സസ് ചെയ്യാം. നമുക്ക് പേരിൽ തന്നെ അറിയാം, സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫയലിനെ സീക്വൻഷ്യലി ആണ് ആക്സസ് ചെയ്യുക. ഫയലിലേക്ക് ഫയലിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുന്നതായാലും ഫയലിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോഴായാലും സീക്വൻഷ്യൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതായത് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, ആദ്യത്തിൽ നിന്ന് തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം നേരെ ഓപ്പോസിറ്റ് റാൻഡം ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആണ്. അതായത് നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഒരു ഓർഡർ ഒന്നുമില്ല. അതായത് സീക്വൻഷ്യലി ഉള്ള ഒരു ആക്സസ് അല്ല, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ ഫയലിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കണ്ടൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് റാൻഡം ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആക്സസ് എന്ന് നമുക്ക് കുറെ പറയുമ്പോൾ ഡയറക്റ്റ്ലി ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക്. സോ ഡയറക്റ്റ് ആക്സസ് എന്നും ഇവരെ നമുക്ക് വേറെ രീതിയിൽ വിളിക്കാം. ഓക്കെ, ദെൻ ആക്സസ് ഇൻഫോർമേഷൻ ഇൻ സെയിം ഓർഡർ. എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ ആക്സസ് ചെയ്തത് ഒരേ ഓർഡറിലാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരേ ഓർഡറിൽ, പ്രത്യേകിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നല്ല ഡേറ്റനെ ആക്സസ് ചെയ്യുക, ഒരേ ഓർഡറിൽ ഫസ്റ്റ് നിന്ന് ലാസ്റ്റ് വരെ നമ്മൾ ഡേറ്റനെ ആക്സസ് ചെയ്യും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആദ്യം തൊട്ട് അവസാനം വരെ അല്ല നമ്മൾ ആക്സസ് ചെയ്യും. ഇവിടെ എവിടെന്നെങ്കിലുമൊക്കെ റാൻഡം ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇൻ കേസ് ഓഫ് സെർച്ചിങ് എ ഡേറ്റ, എന്തെങ്കിലും ഡേറ്റ സെർച്ച് ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോൾ ആ ഡേറ്റ ചിലപ്പോൾ ഏറ്റവും അവസാനമായിരിക്കും കിടക്കുന്നതെന്ന് വിചാരിക്കും.
വിചാരിക്കുക. സോ ആദ്യം തൊട്ട് നമ്മൾ വരികയാണെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ് ഈ ഒരു കേസിൽ. അപ്പോൾ ഇവിടെ എന്താണ് സർ, ഡാറ്റ സെർച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പം, ഈസിയർ ആണ്. അതാണ് റാൻഡം ആക്സസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ദെൻ സീക്വൻഷ്യൽ ആക്സസ് ഇസ് മച്ച് ഫാസ്റ്റർ ദാൻ റാൻഡം ആക്സസ്. റാൻഡം ആക്സസ് കുറച്ച് സ്ലോവർ ആണ്, സീക്വൻഷ്യൽ ആണ് കുറച്ചും കൂടി ഫാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ സീക്വൻഷ്യൽ ആക്സസ് ഇസ് സിമിലർ ടു വീഡിയോ ടേപ്പ്. വീഡിയോ ടേപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്ക് ഈ ഒരു ഫിലിം ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോണ പോലെ ഈ വീഡിയോ ടേപ്പിന്റെ പോലെയാണ് ഈ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റാൻഡം ആക്സസ് സിമിലർ ടു DVD ഓർ ബ്ലൂറേ. ബ്ലൂറേയും DVD ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലത്തെ അതിന് സിമിലർ ആണ് എന്തെന്ന് പറയുക റാൻഡം ആക്സസ്. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ സീക്വൻഷ്യൽ ആക്സസ് ആൻഡ് റാൻഡം ആക്സസ്. ദിസ് ഇസ് സീക്വൻഷ്യൽ, ദിസ് ഇസ് റാൻഡം, ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് ആക്സസ്. Here the advantage is accessing information in the same order. The advantages here, the advantages search is very easier. This is faster, this is slower, this is similar to videotape, and this is similar to DVD or Blu-ray. Okay, thank you.